ഹലോ ഗൈസ്, 2 ദിവസം മുന്നേട്ട വീഡിയോയിൽ ഈ ഒരു ഹെയർ സ്റ്റൈൽ എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഹെയർ സ്റ്റൈലാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത്. എൻ്റെ ഓൾറെഡി സ്ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയർ ആണ്. അപ്പോൾ റൂട്ടൊക്കെ വളർന്നിട്ടുണ്ട്. അപ്പോൾ ആ റൂട്ടൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാൻ വേണ്ടി ഞാൻ ഹെയർ ജെൽ യൂസ് ചെയ്യണുണ്ട്. ആൻഡ് ഞാൻ യൂസ് ചെയ്ത ഹെയർ ജെൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഹെയർ ജെല്ലാണ്. കാരണം ഇത് കുറേ ഞാൻ വരിയെടുത്ത് ഇടുന്നുണ്ട്. കുറച്ചിട്ടാലും മതി. പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോൾ ഒരു പാച്ച് ആവേ, ഒരുമാതിരി കൊള്ളി പോലെ നിൽക്കുക, അങ്ങനത്തെ ഒരു ഫീലും ഇല്ല. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല ജെല്ലാണ്. കേളി ഹെയർ ഉള്ളവർക്ക് കേൾസ് ഡിഫൈൻ ചെയ്യാനും അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെ തേച്ചതെല്ലാം ഒട്ടിച്ചെടുത്തതിന് ശേഷം ഞാനൊരു കോമ്പ് കൊണ്ടിട്ട് നന്നായിട്ട് നടുക്കൂടെ ഒരു സെക്ഷൻ എടുത്തതിന് ശേഷം പോണി ടെയിൽ കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കമൻറ്റ് ഉണ്ട്, പോണി ടെയിൽ എടുക്കുമ്പോൾ തലവേദനയാണ്, ഇങ്ങനെ ഇറുക്കി വയ്ക്കാനാണ് ഇവിടെ തലവേദന. ഇത് ഞാൻ എൻ്റെ കംഫർട്ടിനനുസരിച്ചാണ് വയ്ക്കുന്നത്. കാരണം എനിക്ക് മൈഗ്രെയിൻ ഉള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ഇറുക്കി എനിക്ക് തലവേദന എടുക്കും. അപ്പം ഞാൻ എനിക്ക് ഒരുപാട് ഇറുക്കാതെ വളരെ മൈൽഡായിട്ട് കെട്ടിയിട്ട് ആ ഒരു ഇറുക്കിയ ലുക്ക് പറഞ്ഞാൽ എങ്ങനെയെന്നറിയോ, അത് ആ ജെല്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ടാണ് ആ ഒരു ക്ലീൻ ലുക്ക് കാണുമ്പോഴേ നിങ്ങൾക്ക് ഇറുക്കി കൊങ്ങയ്ക്ക് പിടിച്ചൊരു എഫക്റ്റ് തോന്നണത്. പക്ഷേ അതല്ല സത്യം. എന്താ ഇതേപോലെ ഞാൻ സൈഡിൽ ക്ലിപ്പ് എല്ലാം കൂടെ വാങ്ങിച്ചെന്നെല്ലാം കൂടെ കുത്തി കൊടുക്കുന്നുണ്ട്. എൻ്റെ ബേബി ഹെയർസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ് ഞാൻ വയ്ക്കുന്ന തലയിൽ? ഗൈസ്, ഇതാണ് സാധനം. ഇതൊരു ഒറിജിനൽ ഹെയർ എക്സ്റ്റൻഷനാണ്. അതിൻ്റെ ഒരു ടോപ്പറായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാൻ ബെറ്ററാണ്. ഇങ്ങനെ 2 ക്ലിപ്പുണ്ട്. എന്നിട്ട് ഇതേപോലത്തെ ഒരു വള്ളി വെച്ചിട്ട് ഇറുക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ടൈറ്റായിട്ടിരിക്കും. ആൻഡ് ആദ്യമേ പറയാം, ഇത് എന്നെപ്പോലെ ഓരോ ദിവസവും ഇങ്ങനത്തെ നമ്മളെ ഈ ജോബിന് പറ്റിയ ഓരോ ടൈപ്പിൽ ഓരോ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്. അല്ലെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് ഓരോ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് വാങ്ങിച്ചാൽ മതി. കാരണം ഇത് കുറച്ച് എക്സ്പെൻസീവാണ്, കുറച്ചധികം, കാരണം ഒറിജിനൽ ഹെയർ ആയതുകൊണ്ട്. ആൻഡ് കണ്ട ആ ക്ലിപ്പ് എടുത്ത് ഞാൻ കുത്തിയതിന് ശേഷം ആ വള്ളി പിടിച്ചിട്ട് മൈൽഡായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തു. ഏതാണോ എനിക്ക് പെയിൻ ഇല്ലാത്ത രീതിയിൽ അങ്ങനെ. ആൻഡ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ, ഒരുപാട് കേൾസ് ഒന്നും നമ്മൾ കളർ വെച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഹെയർ സെറ്റ് ചെയ്യാൻ പറ്റും. ഹെയർ ഡാമേജും ഇല്ല. നിങ്ങൾക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ഹെയർ കളർ വെച്ചിട്ട് ഹെയർ ഫുള്ള് കേൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു പോണി ടെയിൽ കെട്ടി വയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. ആൻഡ് ഇതാണ് നമ്മുടെ പരിപാടി. ഞാൻ ഫ്രണ്ടിലോട്ട് 2 രോമങ്ങൾ ഞാൻ എടുത്തിട്ട് അതുകൂടെ ചുരുട്ടി വയ്ക്കുകയാണ്. ആൻഡ് ചുരുട്ടിയപ്പം കുറച്ച് ചെറുതായിപ്പോയി, കാരണം കുറച്ചേ ഉള്ളൂ. അപ്പം ഞാൻ കുറച്ച് വലിച്ച് നീട്ടണം. പിന്നെ ഞാൻ ജെല്ല് വെച്ച് തന്നെ കുറച്ച് വലിച്ച് നീട്ടി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സെറ്റ് ചെയ്ത പോലെ ഹെയറിൽ മുടി വന്നിട്ടുണ്ട്. ഒരു സൈഡിൽ ലെങ്ത് കുറവാണ്, മറ്റേ സൈഡിൽ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഹെയർ കിടക്കും. ആൻഡ് ഇത് ഇഷ്ടമുള്ളവർ മാത്രം വാങ്ങുക, ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം വാങ്ങുക. ബോയ് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഗേൾ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കുക, അടിപൊളിയാണ്. മിക്കുള്ളവർക്ക് ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാൻ ഭയങ്കര അടിപൊളിയാണ്. ഇഷ്ടമുള്ളവർ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. സോ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. ടാഗ് കൊടുത്തേക്കാൻ ചെക്ക് ചെയ്തു.